ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 7-ാം തീയതി നിഫ്റ്റി അതിൻ്റെ ഒരു ലോ ആയിട്ടുള്ള 21,743 വരെ താഴോട്ടേക്ക് പോയിരുന്നു. ഇപ്പോൾ ട്രംപ് റിലേറ്റഡ് ആയിട്ടുള്ള താരിഫ് അൺസർട്ടനിറ്റിയുടെ ഭാഗമായിട്ടാണ് ആ രീതിയിലുള്ള ഒരു ഫോള് നിഫ്റ്റിയിലുണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഏപ്രിൽ 17-ന് 23,851 തിരിച്ചു വന്നതായിട്ട് കാണാം. അതായത് ഏകദേശം 2,100 പോയിൻറ്റിൻ്റെ വമ്പിച്ചൊരു റിക്കവറിയാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. ഇത് ഏകദേശം 8.8% ഒരു അവിശ്വസനീയമായിട്ടുള്ളൊരു തിരിച്ചുവരവാണ്. അപ്പോൾ ഏപ്രിൽ 2-ൻ്റെ റെസിപ്രോക്കൽ താരിഫ് ബോംബിങ്ങിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള അനിശ്ചിതത്വങ്ങൾക്ക് ഇടയിലാണ് നിഫ്റ്റി ഇത്തരമൊരു നേട്ടം ഉണ്ടാക്കിയത്. വെറും 3 ട്രേഡിംഗ് സെഷൻ ഉണ്ടായിരുന്ന കഴിഞ്ഞ ആഴ്ച മാത്രം 4.5% ഒരു റിക്കവറി നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു റിക്കവറിക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് FIIസിൻ്റെ തിരിച്ചുവരവാണെന്ന് നാം ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഈ ഒരു പോസിറ്റീവ് മൊമെൻറ്റം അടുത്ത ആഴ്ച നിലനിൽക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിലനിൽക്കണമെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് മൊത്തത്തിൽ പരിഹരിക്കപ്പെട്ടാൽ അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റം സസ്റ്റെയിൻ ചെയ്യുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ താരിഫ് റിലേറ്റഡ് ആയിട്ട് ഇന്നലെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിയുമായിട്ടുള്ള വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലോബൽ ട്രേഡ് ടെൻഷൻ കുറക്കാൻ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്ത് നിന്നുള്ള ആദ്യത്തെ ഒരു ചുവടുവെപ്പാണിത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ട്രേഡ് ഡീല് 100% ഉണ്ടാകുമെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 2 രാഷ്ട്രത്തലവന്മാരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ട്രംപ് പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് പാശ്ചാത്യ ശക്തികൾ, അതായത് വെസ്റ്റിനെ നമ്മൾ വീണ്ടും ഗ്രേറ്റ് ആക്കണമെന്നാണ്. അതിനു വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ ഒന്നിച്ചു നിൽക്കണമെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ട്രംപ് പറഞ്ഞത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നാണ്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് അമേരിക്ക ആദ്യം ശക്തമാകുക, എന്നിട്ട് അതിൻ്റെ ലീഡർഷിപ്പ് സ്ഥാനം ഉറപ്പിക്കുക, അതുപോലെ യൂറോപ്യൻ യൂണിയനെയും ശക്തമാക്കുക, എന്നിട്ട് ഈ 2 ശക്തികളും ചേർന്നുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങളെയും 3-ാം ലോക രാജ്യങ്ങളെയും ഒക്കെ അവരുടെ വരുതിയിലാക്കുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള ട്രംപിൻ്റെ ഉള്ളിലിരിപ്പ് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ ലക്ഷ്യം നേടാൻ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഫോറിൻ ട്രേഡിലുള്ള അവരുടെ മേൽക്കൈമ അവസാനിപ്പിച്ചേ പറ്റൂ. അപ്പോൾ എൻ്റയർ ട്രേഡ് വാറിന് പിന്നിലുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഇതാണ്. ഈ ഒരു പൊളിറ്റിക്സിനെ പറ്റി ചൈനയ്ക്കും നല്ല ധാരണ ഉണ്ട് എന്ന് നമുക്കറിയാം. ട്രംപിൻ്റെ ആദ്യത്തെ ടേമിൽ ചൈനയ്ക്കെതിരെ ഇത്തരത്തിലുള്ള താരിഫുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് അന്ന് ട്രംപ് ഒരു വാറിന് തുടക്കം കുറിച്ചതാണ്. അപ്പോൾ ആ ഒരു അപകടം മണത്തറിഞ്ഞത് കൊണ്ട് തന്നെ ചൈന അവരുടെ അമേരിക്കയിലുള്ള എക്സ്പോർട്ട് ഗണ്യമായിട്ട് കുറച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം 2017 നിന്നുള്ള ഈ 2024 വരെയുള്ള ചൈനയുടെ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് ഏകദേശം 14 മുതൽ 20% വരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പുതിയ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തിക്കൊണ്ട് അവിടേക്കാണ് അവരുടെ എക്സ്പോർട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുകൂടാതെ പല ചൈനീസ് കമ്പനികളും അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റുകൾ മറ്റ് രാജ്യങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് ആ ഒരു ട്രേഡ് താരിഫിൻ്റെ ഭീഷണികളെ മറികടക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കംബോഡിയയിലും വിയറ്റ്നാമിലുമൊക്കെ ധാരാളമായിട്ട് ചൈനീസ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇവിടെ ചൈന അവരുടെ ഈ ഒരു വെസ്റ്റിനെതിരെയുള്ള ഈ ഒരു ട്രേഡ് വാർ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ അവരുടെ പാർട്ട്ണറാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് ചൈന ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ ചൈനയിലേക്ക് ഈ വർഷം അവസാനം വരാൻ പോകുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ആ ഒരു ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ നേരിട്ടാണ് ഇൻവിറ്റേഷൻ അറിയിച്ചത്. അപ്പോൾ ആ ഒരു സമിറ്റിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഐക്യത്തോടു കൂടിയുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സമിറ്റ് നടത്തിക്കൊണ്ട് ഹൈ ക്വാളിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കും. അവിടെ തീർച്ചയായിട്ടും ഈ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഉയർന്നു വരാനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോഴും ഇന്ത്യയുടെ സ്റ്റാൻസ് എവിടെയാണെന്ന് വ്യക്തമല്ല. ഇപ്പോൾ കഴിഞ്ഞ മാസം ശശി തരൂർ MP പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഉക്രൈൻ റഷ്യ വാറിൻ്റെ സമയത്ത് ഇന്ത്യ റഷ്യൻ പ്രസിഡന്റിനെയും ഉക്രൈൻ പ്രസിഡന്റിനെയും ഒരേപോലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ വിവാദമായിട്ടുള്ളൊരു പ്രസ്താവനയായിരുന്നു. നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യ അതിൻ്റെ ചേരിചേരാ നയം കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നീക്കങ്ങളാണ് ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഓൾറെഡി ചൈന ഒരു ഭാഗത്ത് ഇന്ത്യ അവരുടെ പാർട്ട്ണറായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ തന്നെ അമേരിക്കയുമായിട്ട് ഇന്ത്യ ഓൾറെഡി ഏതെങ്കിലും വിധത്തിലുള്ള താരിഫ് റിലീഫുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക തന്നെ ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങളുടെ കൂടെ
ഒരു ട്രേഡ് പാർട്ട്ണറായിട്ട് ഇന്ത്യയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ ക്രിട്ടിക്കലാകാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയിലെ പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും അക്കാഡമിഷ്യനുമായിട്ടുള്ള, കൂടാതെ പബ്ലിക് പോളിസി അനലിസ്റ്റുമായിട്ടുള്ള കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ മുൻ ഡയറക്ടറായിട്ടുള്ള ഡേവിഡ് സൈക്സ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ അവരുടെ റിലേഷൻഷിപ്പ് അത് ചൈന, റഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, US പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ചേരിയുടെ ഭാഗത്ത് നിൽക്കുന്നത് തികച്ചും അപകടകരമായിരിക്കുമെന്നാണ്. ഇപ്പോൾ തന്നെ US പല മാനുഫാക്ചറിങ് കമ്പനികളും അവരുടെ പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ അതിനുവേണ്ടി ഇന്ത്യ അഗ്രസീവായിട്ട് മുന്നോട്ട് പോകരുതെന്നാണ് അദ്ദേഹം നൽകുന്ന ഒരു വാണിംഗ്. അതിനൊരു കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ട്രംപിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഇൻ്റർനാഷണൽ വാല്യൂമായിട്ട് റിലേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈനയ്ക്കെതിരെ എടുത്തുകൊണ്ടിരിക്കുന്ന മെഷേഴ്സ് ഇന്ത്യക്കെതിരെയും അദ്ദേഹം എടുത്തേക്കും. കാരണം ഇന്ത്യ കൂടുതലായിട്ട് ഇത്തരം മാനുഫാക്ചറിങ് അമേരിക്കയിലേക്ക് നടത്തുമ്പോൾ അവിടെ താരിഫിൻ്റെ ഭീഷണി വീണ്ടും ട്രംപ് ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇന്ത്യൻ കമ്പനികൾക്കും ദോഷകരമായി ബാധിക്കും. അപ്പോൾ ട്രംപിൻ്റെ കൃത്യമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് അമേരിക്കയിലെ മാനുഫാക്ചറിങ് കമ്പനികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, അല്ല ചൈനയിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, അതിനെ പൂർണ്ണമായിട്ട് അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാനുഫാക്ചറിങ് ഹബ്ബ് ഇന്ത്യയിലേക്ക് മാറുന്നത് ഒരിക്കലും ട്രംപ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള ട്രേഡ് റിലേറ്റഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇഷ്യൂ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ICICI ബാങ്കും HDFC ബാങ്കും അവരുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. വളരെ നല്ല റിസൾട്ടാണ് രണ്ട് കമ്പനികളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റി 50 പ്രധാനപ്പെട്ട വെയിറ്റേജ് ഉള്ള രണ്ട് കമ്പനികൾ എന്നുള്ള നിലയ്ക്ക് ഈ ബാങ്കുകളുടെ റിസൾട്ട് മൊത്തത്തിൽ നിഫ്റ്റിക്ക് ഒരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിച്ചിരിക്കുകയാണ്. പല ബാങ്കിങ് സ്റ്റോക്കുകളിലും ഇതിൻ്റെ ഒരു പോസിറ്റീവ് മൂമെൻറ്റം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ HDFCയുടെ റിസൾട്ട് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും മുന്നേറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ICICI ബാങ്കിൻ്റെ അതിലും മെച്ചപ്പെട്ടുകൊണ്ട് ഇയർ ഓൺ ഇയറിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്തും നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ HDFCയിൽ 5% ഒരു അപ്സൈഡ് മൂവ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ ICICI ബാങ്കിൽ 7% അപ്സൈഡ് മൂവ് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ ഇന്ത്യ വിക്സ് ഇപ്പോൾ വളരെ നോർമലായിക്കൊണ്ടിരിക്കുകയാണ്. 15 എന്നുള്ള റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വളറ്റിലിറ്റി നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ കാണുന്നത് എക്സ്ട്രീം ഗ്രീഡ് സോണിലേക്ക് അത് പ്രവേശിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ ആ മാർക്കറ്റിൽ ഫിയർ എന്നുള്ള ഒരു ഫാക്ടർ ഇപ്പോൾ ഒഴിവായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള 23,850 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിഫ്റ്റി 24,250 അതുപോലെ 24,600 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ 23,000 23,300 എന്നുള്ളത് ഒരു സപ്പോർട്ട് ലെവലായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് 1-2 ആഴ്ചകളിൽ നിഫ്റ്റിയുടെ റേഞ്ച് നമുക്ക് കാണാൻ കഴിയുക എന്നാണ് പൊതുവെ ടെക്നിക്കൽ ചാർട്ടുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതുകൂടാതെ അടുത്ത ആഴ്ച പല മേജർ കമ്പനികളുടെയും റിസൾട്ടുകൾ വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. നമുക്കറിയാം നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്ക് റിലയൻസിൻ്റെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ആക്സിസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, HUL, മാരുതി സുസുക്കി, നെസ്ലെ ഇന്ത്യ, ടാറ്റ ടെക്നോളജീസ്, ടാറ്റ കൺസ്യൂമർ, ടാറ്റ കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള പല പ്രധാനപ്പെട്ട കമ്പനികളുടെയും റിസൾട്ടുകൾ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാർക്കറ്റിൽ ഒരു ട്രിഗർ പോയിൻ്റായിട്ട് നിലനിന്നേക്കാം. അപ്പോൾ ഏതായാലും അടുത്ത ആഴ്ചത്തെ മാർക്കറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യൂ പങ്കുവെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.